സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ചിരിപ്പിക്കുകയും എന്നാൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നൊരു വീഡിയോ കേട്ടോ ഇത്. കാണാത്തവർ കണ്ടു നോക്ക്. നമ്മളെല്ലായിടത്തും തന്നെ കാണുന്ന ഒരു കാഴ്ചയാണ് സീബ്ര ലൈനിൻ്റെ മുകളിൽ കൊണ്ട് വാഹനങ്ങൾ നിരനിരയായിട്ട് നിർത്തിയേക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിലൊക്കെ ഇഷ്ടംപോലെ കാണാറുണ്ട്. സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളെ ഒരിക്കൽ പോലും മൈൻഡ് ചെയ്യാതെ പോകുന്ന എത്ര വാഹനങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ പോലും ഇന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള നിയമലംഘനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാമെന്നാണ് ഇദ്ദേഹം കാണിച്ചു തരുന്നത്. ഇത് 1-2 ആൾക്കാരുണ്ട്. ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എവിടെയാണെന്നാണ് അവരുടെ ആ മട്ടുപാവലം കണ്ടിട്ട് നമുക്ക് തോന്നുന്നത്. നിയമം തെറ്റിച്ച് മുന്നോട്ട് കയറി നിൽക്കുകയോ അല്ലെങ്കിൽ സീബ്ര ലൈൻ ക്രോസ് ചെയ്ത് മുന്നോട്ട് കയറി വന്ന് നിൽക്കുകയോ ചെയ്യുന്ന ആൾക്കാരെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബാറ്റ് പോലൊരു സാധനം കൊണ്ട് അടിക്കുകയാണ്. തലക്കിട്ടടിക്കുന്നുണ്ട്, ദേഹത്തടിക്കുന്നുണ്ട്. വേദനിപ്പിക്കുകയല്ല അത്, പക്ഷേ ആളുകളുടെ മുമ്പിൽ ഈ നിയമലംഘനെ നാണം കെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് തോന്നുന്നു. കാരണം അവരെ ഹെൽമെറ്റിലൊക്കെ കണ്ടോ, ഒരാൾ വണ്ടിയുടെ പുറത്ത് ചാടിക്കയറി അടിക്കുന്നത്. അടിച്ചടിച്ച് അയാളെ ഫുള്ള് ബാക്കോട്ട് എടുപ്പിച്ച് സീബ്ര ലൈനിൻ്റെ ബാക്കിലെത്തിക്കും. അപ്പോഴേക്കും തൊട്ടടുത്ത് വരുന്നവരൊക്കെ പിന്നോട്ട് മാറുന്നുണ്ട്, നാണക്കേടുകൊണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? എനിക്ക് തോന്നിയത് വലിയ ടീം തന്നെയാണെന്നാണ്. കാരണം ചില വാഹനങ്ങൾ അങ്ങനെ തന്നെ പൊന്തിച്ചെടുത്തുകൊണ്ട് പുറകോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലായി, കണ്ടോ, ബൈക്കും ആളടക്കം എടുത്തുകൊണ്ട് പോകും. അപ്പം ചിലപ്പോൾ ഇതൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ സ്ഥിരമായിട്ട് ഉണ്ടാകേണ്ട. പലതും പല സ്ഥലങ്ങളാണ്, ഒരു സ്ഥലമല്ല അത്. പല സ്ഥലത്തുള്ള വീഡിയോസാണ്, പല ആളുകളാണ്. ബൈക്കുകൾ മാത്രമല്ല കേട്ടോ, ഇടയ്ക്ക് വരുന്ന കാറിനെയും തടയുന്നുണ്ട്. പക്ഷേ ഒരുവിധം എല്ലാ വീഡിയോയിലും തന്നെ ഒരാളെയാണ് മെയിനായിട്ട് കാണുന്നത്. ആ കാറിൻ്റെ മുകളിൽ കൂടി കയറി സീബ്ര ലൈനിൻ്റെ വന്ന് നിന്നുകൊണ്ട് അതിൻ്റെ മുകളിൽ കൂടി കയറി ഇപ്പുറം ചാടി, എന്നിട്ട് അയാളുടെ ആ പ്ലാസ്റ്റിക് ബാറ്റ് എടുത്തുകൊണ്ട് തള്ളാൻ ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തെ പോലെ 4 ആളുകൾ നമ്മുടെ നാട്ടിൽ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ, എന്തായിരിക്കും സ്ഥിതി? നടു റോഡിൽ കൂട്ടയാടി തീരുന്ന സമയമുണ്ടാവല്ലോ അല്ലേ. ആരോടോ ദേഷ്യം തീർക്കാവുന്ന പോലെയാണ് ആളുകൾ ഇപ്പോൾ റോഡിൽ ഇറങ്ങുന്നത് തന്നെ. ഈ വീഡിയോയിൽ ഒരു ട്രാഫിക് പോലീസുകാരൻ തന്നെയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് ചാടി കയറിയിരുന്നപ്പോൾ അയാൾ പേടിച്ചു പോയി. പെട്ടെന്ന് വണ്ടി പുറകോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ട്രാഫിക് റൂളുകളൊക്കെ കൃത്യമായിട്ട് അനുസരിക്കുക. ആളുകൾക്കൊരല്പം ബോധം വരാൻ ഇത്തരം വീഡിയോകൾ ഉപകരിക്കട്ടെ അല്ലേ.